ഇന്നലെ വെറുതെ ഇരുന്ന് തിന്നതിൻ്റെ ക്ഷീണം മാറ്റാനായിട്ട് രാവിലെ തന്നെ അമ്മയും മോളും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വീട്ടിലെ ജോലികൾ. പിന്നെ പൊന്നുകുട്ടി ഉള്ളതുകൊണ്ട് എനിക്ക് പകുതി പണിയും തീർന്നു എന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പണിയുണ്ടാക്കുന്നത് അവളാണ് കേട്ടോ. രാവിലെയാണ് ഏട്ടൻ വന്ന് വിളിച്ചിട്ട് വന്നത് കുഞ്ഞുമക്കൾ കുറേ നേരം ഇവിടെ കിടന്ന് ഉറങ്ങി. പിന്നെ എന്തെങ്കിലുമൊക്കെ എണിച്ച് ചെയ്ത് കുഞ്ചുമനെ സ്കൂളിലാക്കണ്ടേ. അങ്ങനെ കുഞ്ചുമനെ സ്കൂളിൽ പറഞ്ഞയച്ച് വിട്ടിട്ട് വന്നിട്ട് എല്ലാം അടുക്കി പെറുക്കി ഒതുക്കി വെക്കുമ്പോൾ ഈ പുത്തിൻ്റെ ഉള്ളിൽ നിന്ന് പാമ്പ് വരുന്ന പോലെ ഞങ്ങളുടെ വീട്ടിൽ എവിടെ നിന്ന് മറിഞ്ഞാലും തുണികളാണ്. അതിനെയൊക്കെ വാരി കൊണ്ടുപോയി സോപ്പൊടിയൊക്കെ ഇട്ട് നനച്ച് വെച്ചിട്ട് വന്നിട്ടാണ് കേട്ടോ വീടടിച്ച് വൃത്തിയാക്കുന്നത്. പൊന്നുകുട്ടി ഉള്ളതുകൊണ്ട് ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്ന സാധനം വെച്ച സാധനം വെച്ചെടുത്ത് ഉണ്ടാവില്ല. അവൾ ഇങ്ങനെ നടക്കും തോറും ഓരോന്ന് പിന്നെയും പുറത്ത് വന്നുകൊണ്ടേയിരിക്കും. എന്ത് ചെയ്യാനാണ്, അവളുള്ളവരെ തന്നെയല്ലേ ഈ കളിയും ചിരിയും ഒക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പിന്നെ ഞാനത് കാര്യമാക്കാറില്ല. ചീത്ത പറഞ്ഞുകൊണ്ടേ അടുക്കലും ഒതുക്കലും പെറുക്കലും ഒക്കെ നടക്കും കേട്ടോ. അങ്ങനെ അതൊക്കെ ഒതുക്കി വീടൊക്കെ വൃത്തിയാക്കി വെച്ചിട്ട് വന്നിട്ടാണ് തുണി അലക്കൽ. ഇത്രയും സ്പീഡിൽ അലക്കുകയാണെങ്കിൽ ഒരു കൂട്ടം തുണിയുണ്ട് കേട്ടോ. സ്പീഡിൽ അലക്കുന്നതോടൊപ്പം വെയിൽ കണ്ടിട്ടാണ് കേട്ടോ. വെയിൽ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കയ്യും കാലും വെറുതെ ഇരിക്കില്ല. എല്ലാം മാരി കൂട്ടി തിരുമ്പണതാണ് എൻ്റെ പ്രധാന ജോലി ഈ വീട്ടിൽ. അങ്ങനെ വെയിലത്ത് കൊണ്ടെല്ലാം ഉണങ്ങാനിട്ടിട്ട് ഉണങ്ങണതിനെ നോക്കിക്കൊണ്ടേ മുകളിൽ പോയി മുരിങ്ങയില വലിക്കാമെന്നാണ് പോണത് കേട്ടോ. ഒന്ന് കാല് തടിയെ താഴെ വീഴും, എന്നാലും സാരമില്ല എന്ന് പറഞ്ഞാൽ അഞ്ചാറ് മുരിങ്ങയില വലിച്ചിട്ട് കൊണ്ടുവന്ന് അമ്മയും മോളും കൂടി ഇരുന്ന് വൃത്തിയാക്കുകയാണ്. അമ്മ വൃത്തിയാക്കുന്ന മുരിങ്ങയില മുഴുവൻ പാത്രത്തിലും മോള് വൃത്തിയാക്കുന്നത് മുഴുവൻ താഴെ. ഇപ്പോൾ മനസ്സിലായില്ലേ സ്വത്രക്കുട്ടിൻ്റെ ഓരോ ഗുണങ്ങളെ. പിന്നെ പൊന്നുകുട്ടി ഉണ്ടെങ്കിൽ എവിടെ പണിയെടുക്കുമ്പോഴും കൂടെ അവൾ സംസാരിക്കാനുള്ളത് കൊണ്ട് ഒറ്റയ്ക്കാണെന്നൊരു തോന്നലുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ചോറും മുരിങ്ങയിലയും മുട്ടയിട്ട് തോരനും പരിപ്പ് കറിയൊക്കെ കൂടി നമ്മൾ അടിപൊളി ലഞ്ച് കഴിച്ചാൽ അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.